കൊല്ലത്ത് പാലം നിർമ്മാണത്തിനു വേണ്ടി വീടും പറമ്പും നൽകിയതിന്റെ പേരിൽ തെരുവിലിറങ്ങേണ്ട ഗതികേടിലാണ് മീനത്തുംചേരി സ്വദേശിനി ജൂലി ജാക്സണും കുടുംബവും. വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ ബെനിഫിഷ്യറി കമ്മിറ്റി ഇപ്പോൾ കൈമലർത്തുകയാണ്. തുരുത്ത് നിവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചാണ് അഷ്ടമുടി കായലിന് കുറുകെ MLA ആയിരുന്ന വിജയൻ പിള്ളയുടെ ഇടപെടലിൽ പാലമെത്തിയത്. 13 കോടിയിൽ പാലമെത്തി. പക്ഷേ വീടും വസ്തുവും നഷ്ടപ്പെടുന്നവർക്ക് പകരം സംവിധാനം ഗുണഭോക്താക്കൾ തന്നെ ഒരുക്കണമെന്നായിരുന്നു തീരുമാനം. ജൂലി ജാക്സന്റെ ആകെയുള്ള 4 സെന്റിൽ 2 സെന്റിലധികവും നിർമ്മാണത്തിന് വിട്ടു നൽകേണ്ടി വന്നു. പകരം 4 ലക്ഷം രൂപയും വീടും ഒരുക്കി നൽകാമെന്ന ബെനിഫിഷ്യറി കമ്മിറ്റിയുടെ ഉറപ്പ് ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. നമുക്കൊന്ന് കണ്ടുവരാം. നാട്ടിലെ ഒരു വികസനത്തിന് വേണ്ടി സ്വന്തം കിടപ്പാടം നൽകി പെരുവഴിയിലായ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് കൊല്ലത്തുള്ളത്. കൊല്ലം കാവനാട് മുക്കാട് പാലത്തിന് വേണ്ടി സ്വന്തം വീടും പറമ്പും വിട്ടു നൽകി ഇപ്പോൾ പെരുവഴിയിലായിരിക്കുകയാണ് ജൂലി ജാക്സണും 3 പെൺകുട്ടികളും. ഇവർ ഈ പാലം നിർമ്മാണത്തിന് വേണ്ടി സ്ഥലം വിട്ടു നൽകുന്നു. ഒപ്പമുണ്ടായ ബെനിഫിഷ്യറി കമ്മിറ്റി, ഇവിടുത്തെ ബെനിഫിഷ്യറി കമ്മിറ്റി ഇവർക്ക് വീട് സ്ഥലത്തിനുള്ള പണം നൽകാമെന്നും ലൈഫ് പദ്ധതിയിൽ ഇവർക്ക് വീട് നൽകാമെന്നും മുദ്രപത്രത്തിൽ എഴുതി നൽകുകയായിരുന്നു. വർഷം 3 കഴിഞ്ഞിട്ടും ഇപ്പോൾ വീടുമില്ല, പറമ്പുമില്ല, വാഗ്ദാനം മാത്രമായി. എന്തായിരുന്നു ഇത്? തന്നെയായിരുന്നു പാലത്തിന് വേണ്ടി വീട്? ചേച്ചി പാലത്തിന് വേണ്ടി കൊടുത്തതാ. സമ്മർദ്ദം നൽകിയിട്ട് കൊടുത്താണോ? അവരുടെ സമ്മർദ്ദം അല്ല. ഇങ്ങനെ നമ്മൾ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തടസ്സം വേണ്ട, അവരും ഒക്കെ ഇവരെ മത്സരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളില്ലായ്മക്കാരാ, നല്ലൊരു കാര്യം അക്കരെ വന്ന് ഇങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ കണക്കിലെടുത്ത് നല്ലൊരു കാര്യമല്ലേ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. പക്ഷേ അവർ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പുറകെ നടന്ന് ലാസ്റ്റ് പൈസയ്ക്ക് കിട്ടാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പാലത്തിൻ്റെ പണിയായിട്ട് ആരും ഇങ്ങോട്ട് വരരുത്, ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഇവരോട് പറഞ്ഞു. ഇപ്പോൾ എത്ര രൂപയാണ് വീടിന് വാടക? അത് ആരാണ് കൊടുക്കുന്നത്? 2500 രൂപ വാടക അവർ തന്നെ കൊടുക്കുന്ന. ഈ 2500 രൂപയുടെ വാടകയിൽ ഈ 3 പെൺകുട്ടികളും അപ്പച്ചനും അമ്മച്ചിക്കും അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും നമ്മൾ അവിടെ താമസിച്ച് പോകുക. അവിടുന്ന് ആ വീട്ടിലോട്ട് എനിക്ക് ചെന്ന് കയറണ്ട. എപ്പോഴും ആരോ ഇരുന്ന് പറയുന്ന കണക്കാ, നീ ഇറങ്ങ്, നീ എന്തിനാ ഇവിടെ കിടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. കാര്യം എനിക്ക് കിടക്കണ്ട അവിടെ. ഞാൻ പിന്നെ ഇവരുടെയൊക്കെ മുഖം ഓർത്താണ് ഞാൻ അവിടെ പിടിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി എന്ന് ഞാൻ ഇറങ്ങിക്കൊടുത്തോ അന്ന് എൻ്റെ സ്വസ്ഥതയും നഷ്ടപ്പെട്ട് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ മക്കൾ പറഞ്ഞ കണക്ക് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി, വാക്കുകൾ കേൾക്കുമ്പോൾ സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെന്താ ഞങ്ങളെ മൈൻഡ് ചെയ്യാത്തത്? ഈ ജനങ്ങൾ എന്ന് പണം കൊടുക്കുമെന്നും പറഞ്ഞാൽ ഞാൻ കാത്തിരിക്കേണ്ടത്. ഇപ്പം തന്നെ വർഷം 3 കഴിഞ്ഞു. ഇനി ഞാൻ എത്ര നാൾ കാത്തിരിക്കണം ഒരു കിടക്കാടത്തിന് വേണ്ടി? എൻ്റെ സ്ഥലത്ത് എനിക്ക് വന്ന് കിടക്കണ്ടേ? ബെനിഫിഷ്യറി കമ്മിറ്റിയിൽ ഈ സ്ഥലം പോയവരായിട്ടോ അല്ലെങ്കിൽ ഈ വീട് നഷ്ടപ്പെട്ടവരായിട്ടോ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അപ്പോൾ അവർക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലായി? ഇല്ല, അതാ നമ്മൾ പറയുന്നത്. സ്വന്തം വീട്ടിൽ കിടക്കുന്ന അവർക്ക് നമ്മൾ ഇങ്ങനെ ഈ വാടക വീട്ടിൽ കിടന്ന് അനുഭവിക്കുന്ന വേദന അവർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അവർക്ക് ആ നിന്ന കണക്കുള്ളൊരു ഭവനം അവർ വെച്ചു കൊടുത്താൽ മതി. വല്ലാതെ അവർ വലിയ വീട് വേണമെന്നൊന്നും അവർ പറയുന്നില്ല. അത് കൊടുത്തില്ലെങ്കിൽ റോഡ് പണി നടക്കത്തില്ല. അടിയന്തരമായി ഇടപെട്ട് ഇവർക്കൊരു ഭവനം നിർമ്മിച്ചു കൊടുക്കാനാണ് ഇവർ തന്നെ ആവശ്യപ്പെടുന്നത്. അതെന്തായാലും നടക്കും. നമ്മൾ ഇവിടുത്തെ ബെനിഫിഷ്യറി കമ്മിറ്റിയുമായൊക്കെ സംസാരിച്ചപ്പോൾ 3,10,000 രൂപ ഇവർ വാങ്ങിയെന്ന് പറയുന്നു. പക്ഷേ അവർ പറയുന്നത് 4 ലക്ഷത്തിലധികം രൂപ കൈപ്പറ്റിയെന്നാണ്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ ഇൻ റിപ്പോർട്ടർ. ഞങ്ങൾ ബെനിഫിഷ്യറി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു. ബെനിഫിഷ്യറി കമ്മിറ്റിയുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ബെനിഫിഷ്യറി കമ്മിറ്റിയുടെ സെക്രട്ടറി ജോസഫാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നത്. ഈ ജൂലിയുടെ വിഷയത്തിൽ ഇതുവരെ എത്ര രൂപയാണ് നിങ്ങൾ കൊടുത്തത്? ഇനി എത്ര രൂപ കൊടുക്കാൻ? ജൂലി ജാക്സൺ എന്ന് പറയുന്ന വ്യക്തിക്ക് 4,02,000 രൂപ ഇതിനകം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. 8 ലക്ഷം രൂപയുടെ ഒരു എഗ്രിമെൻ്റാണ് അവരും ബെനിഫിഷ്യറി കമ്മിറ്റിയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഇനി അവർക്ക് ബാക്കി തുകയാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത്. കൂടാതെ കോർപ്പറേഷനുമായിട്ട് അവർക്ക് ഒരു PMI പദ്ധതി പ്രകാരം 4,15 ലക്ഷം രൂപയുടെ ഒരു ഭവനത്തിനുള്ള അത് സാങ്ഷനായി. അതൊരുപാട് തടസ്സങ്ങൾ CR റിസൾട്ടിൻ്റെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ കഴിഞ്ഞു. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 4 ലക്ഷം രൂപയും കൂടി കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഈ ബെനിഫിഷ്യറി കമ്മിറ്റിയും പറയുന്നത്. ഒരു കുടുംബം, ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കരുതിയ ഒരു ത്യാഗത്തെ മുതലെടുക്കലേ സജി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.